ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി മധുരക്കിഴങ്ങ് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റെഡിയാക്കാൻ പോണേ. രണ്ട് ചെറിയ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. കിഴങ്ങ് വെന്തുണ്ടാവും, നമുക്ക് തുറക്കാം. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേവും. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ. കിഴങ്ങ് തണുത്തുണ്ട്, നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. തണുത്തുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് തണുത്തിട്ടില്ല കേട്ടോ, കൈ വെക്കാൻ പാകത്തിന് തണുത്തിട്ടേ ഉള്ളൂ. തൊലിയൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി ഇത് നല്ലോണം നമുക്ക് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടും കട്ടകളില്ലാണ്ട് വേണം ഇത് ഉടയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർക്കാം. 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. മുഴുവൻ ചേർത്തിട്ടില്ല. കുഴച്ചതിൻ്റെ ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ബാക്കിയുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുപ്പിൽ ചുടുവെള്ളം വെച്ചോളൂ. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർക്കുക കേട്ടോ. തിളച്ച വെള്ളം ചേർത്തിട്ട് കൈ വെച്ച് കുഴയ്ക്കണ്ട. കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ നൂൽപ്പെട്ടിന് കുഴച്ചെടുക്കില്ലേ, ആ പാകം. ഇനി നമുക്ക് കൈ വെച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിത് ചെയ്യുമ്പോൾ വെള്ളം ചേർക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നൂൽപ്പെട്ട് എപ്പോഴും ഉണ്ടാക്കണ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഓൾറെഡി നമ്മൾ കിഴങ്ങ് ചേർത്തേക്കണ കാരണം ഇപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഓരോരുത്തരുടെ അരിപ്പൊടിയുടെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ഇനി നമുക്കിത് നൂൽപ്പെട്ടിൻ്റെ അച്ചിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു തവയിലാണ് നൂൽപ്പെട്ട് റെഡിയാക്കി എടുക്കാൻ പോണത്. നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് ഇനി ഒരു സൈഡ് ആവുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് ആയിണ്ടാവും, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് ആവും കേട്ടോ ഇത്. ഇനി അടിഭാഗം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അടിഭാഗം റെഡി ആയിട്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ എല്ലാ നൂൽപ്പെട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാം. നൂൽപ്പെട്ടെല്ലാം റെഡിയായി. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള നൂൽപ്പെട്ടാണ് കേട്ടോ. അത് 5 മിനിറ്റിൽ 5 അല്ലെങ്കിൽ 10 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.